ജലീൽ പുനലൂരിലേക്കാണ് ഇനി പോകുന്നത്. ശ്രീ ജലീൽ പുനലൂർ, ഞാൻ നേരത്തെ EMS ഉൾപ്പെടെയുള്ള ആളുകൾ ഈ എന്താണ് സവർക്കറെ പറ്റി പറഞ്ഞത് എന്നതിനെപ്പറ്റി ചോദിക്കുന്ന ഘട്ടത്തിൽ താങ്കൾ മാത്രമല്ല പല ഇടതുപക്ഷത്തെ പ്രതിനിധീകരിക്കുന്ന ആളുകൾ, ബുദ്ധിജീവികൾ, അവർ വിശദീകരിക്കുന്ന ഒരു കാര്യം, അത് സവർക്കറുടെ ആദ്യ ഘട്ടം, അതായത് സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ സവർക്കറുടെ ആദ്യ ഘട്ടത്തെ പറ്റിയാണ് EMS നമ്പൂതിരിപ്പാട് പറഞ്ഞത് എന്നങ്ങ് ഒരു ഒഴുക്കൻ മട്ടിൽ അങ്ങനെ പറഞ്ഞു പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നേരത്തെ അരുൺ മോഹൻ ചൂണ്ടിക്കാണിച്ച മറ്റൊരു പ്രസക്തമായ വിഷയം, 1958 പാർലമെന്റിൽ AK ഗോപാലൻ സവർക്കറെ പറ്റി EMS പറഞ്ഞതിന് സമാനമായ രീതിയിലുള്ള പ്രസ്താവന, അതും എവിടെയാണ്? നമ്മുടെ പാർലമെന്റിനകത്ത്, ലോക്സഭയ്ക്കകത്ത് നടത്തുകയാണ്. അപ്പോൾ അവർക്കൊന്നും നിങ്ങൾ ഈ പറയുന്ന നിലപാടല്ല സവർക്കറെ പറ്റിയുള്ളത്, അത് വ്യക്തമാണ്. ഞാനതിന് കൃത്യമായി ഉത്തരം നൽകിയതാണ്. ഒരു അനുസ്മരണത്തിലോ ഒരു സ്വീകരണത്തിലോ ഒരു ജന്മദിനത്തിലോ ഒരാളെ സംബന്ധിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ അവർ ഉയർത്തിപ്പിടിച്ച ആശയത്തിനോ നിലപാടിനോ ഉള്ള അംഗീകാരമാണെന്ന് നിങ്ങൾ വക്രീകരിക്കുന്നത് അതൊരു ശരിയായ നിലപാടായിട്ട് എനിക്ക് തോന്നുന്നില്ല. പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ചരമവാർഷികത്തിൽ BJPയുടെ ഏറ്റവും സീനിയർ ലീഡറായ അഡ്വക്കേറ്റ് ശ്രീധരൻ പിള്ള പറഞ്ഞിട്ടുള്ളത് BJPയുടെ അഭിപ്രായമാവും. അതൊക്കെ ആ ചടങ്ങിൻ്റെ പ്രത്യേകതയായിട്ട് സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന വാക്കുകളാണ്. അതുപോലെയല്ല കോൺഗ്രസ് ചെയ്തത്. സ്റ്റാമ്പ് ഇടതുപക്ഷം ഇറക്കിയിട്ടുണ്ടോ? സവർക്കർ ധീരദേശാഭിമാനിയാണെന്ന് ഇടതുപക്ഷം എവിടെയെങ്കിലും ഡോക്യുമെന്റ് അല്ല എങ്കിൽ ഇടതുപക്ഷം കേരളം ഭരിച്ചിട്ടില്ല. സവർക്കറുടെ ആശയങ്ങൾക്കെതിരായിട്ട് കേരളത്തിൽ പോലും ഏറ്റവും കൃത്യമായി നിലപാട് സ്വീകരിച്ച പ്രസ്ഥാനമാണ് ഇടതുപക്ഷം. ഒരു ലോക്ഭവൻ, രാജ്ഭവൻ, അവിടെ പോലും RSSന്റെ ചിഹ്നം കൊണ്ടുവന്നപ്പോൾ എനിക്കത് അവിടെ ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇറങ്ങി വന്ന ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ സംഭാവന ചെയ്ത പക്ഷമാണ് ഇടതുപക്ഷം. പിന്നെ അരുൺ മോഹൻ സാറിനോട് 1-2 കാര്യങ്ങളൊന്നും പറയാനുണ്ട്. അദ്ദേഹം വിഭജനം മുതൽ ഇങ്ങോട്ട് കാര്യം പറഞ്ഞു. എൻ്റെ പൊന്നു സാറേ, വിഭജനത്തിൻ്റെ ദുരന്തം ഏറ്റവും കൂടുതൽ പേറേണ്ടി വന്നവരാ നിങ്ങളെക്കാൾ കൂടുതൽ എൻ്റെ സമൂഹം. ആ വിഭജനത്തിൻ്റെ കാലഘട്ടത്തിൽ പോലും ഇന്ത്യയിലെ സമ്പന്നമായ ഒരു വിഭാഗം അവിടേക്ക് പോയപ്പോൾ പോലും പിറന്നു വീണ ഇന്ത്യയാണ് ഞങ്ങൾക്ക് വലുതെന്ന് പറഞ്ഞുകൊണ്ട് ഈ ത്രിവർണ്ണ പതാക നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് കഴിഞ്ഞ 10, 70, 80, 75, 80 വർഷക്കാലം ഈ നാടിൻ്റെ മണ്ണിനോട് ചേർന്നവരാണ് ഞങ്ങൾ. താങ്കൾ പറഞ്ഞല്ലോ വികാരം കൂടിപ്പോകുന്നുണ്ടെന്ന്. വികാരം പലപ്പോഴും കൂടിപ്പോകും ജനാധിപത്യ ഇന്ത്യയിൽ. കാരണം 10-70 വർഷക്കാലം ഒരു സ്വതന്ത്ര ജനാധിപത്യ ഇന്ത്യയിൽ നിങ്ങളുടെ വിഭാഗം എന്ന് പറഞ്ഞാൽ RSSും സംഘപരിവാറും ഉറക്കമില്ലാത്ത രാത്രികൾ സംഭാവന ചെയ്ത ഒരു സമൂഹത്തിൻ്റെ പ്രതിനിധിയാണ് ഞാൻ. തീർച്ചയായിട്ടും ആ സംഘർഷങ്ങൾക്കും ഭരണകൂട ഭീകരതയ്ക്കുമെതിരായിട്ട് ഞങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട്. 1992 ഈ രാജ്യം മാപ്പി ചോദിച്ചതാണ്. ഈ രാജ്യത്ത് നടന്ന ഏറ്റവും വലിയ നെറുകേടാണ്, ഏറ്റവും വലിയ ഭരണകൂട ഭീകരതയാണ്. അതങ്ങനെ തീവ്രവാദമാകും. ആ തീവ്രവാദത്തിനും ഭരണകൂട ഭീകരതയ്ക്കുമെതിരായിട്ട് ഞങ്ങൾ ശബ്ദമുയർത്തിയപ്പോൾ അല്ല അദ്ദേഹം പറഞ്ഞതിന് മറുപടി പറയുക. അപ്പൊ ആ ഭീകരതയ്ക്കും ഭരണകൂട ഭീകരതയ്ക്കെതിരായിട്ട് പ്രതികരിച്ചവർക്ക് വികാരം കൂടിപ്പോയി എന്ന് താങ്കൾ പറയുന്നത് ശരിയായ ഒരു ഏർപ്പാടായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഡോക്ടർ സക്കീർ ഹുസൈനെയും APJ അബ്ദുൽ കലാമിനെയൊക്കെ താങ്കൾക്ക് ഓർമ്മയുണ്ടല്ലോ. അതൊക്കെ സംഭാവന ചെയ്ത ഒരു സമൂഹത്തിൽപ്പെട്ടവരാണ്. പാർലമെന്റിനകത്ത് VD സവർക്കറുടെ ചിത്രം വെച്ചത് അബ്ദുൽ കലാമാണ് കേട്ടോ. പറഞ്ഞപ്പോ അതുകൂടെ അല്ല അങ്ങനെ അബ്ദുൽ കലാമിന്റെ എല്ലാ അഭിപ്രായങ്ങളോടും ഇപ്പൊ നമ്മളാരും യോജിക്കുന്നില്ലല്ലോ, നിങ്ങളും യോജിക്കുന്നില്ല. പക്ഷേ ഇത്ര വലിയ ദേശസ്നേഹം പറയുന്ന അരുൺ മോഹൻ സാറിനോട് നിങ്ങൾ ഈ ത്രിവർണ്ണ പതാക എന്നാ ഉയർത്താൻ തുടങ്ങിയ നാഗ്പൂരിൽ? മറുപടി പറയണതിന് ശേഷം നിങ്ങൾ എന്നാണ് ഇന്ത്യൻ ദേശീയതയെ നെഞ്ചോട് ചേർത്തത്? ഇതൊക്കെ കടമെടുപ്പാ. 2014 ശേഷം നിങ്ങൾക്ക് പെട്ടെന്നുണ്ടായ ഒരു വിപ്ലവമാണ് ഇന്ത്യൻ ദേശീയതയോട് ഒടുങ്ങാത്ത ഒരു വാഞ്ച ഉണ്ടാകുക എന്നുള്ളത്. ഇതൊക്കെ തിരിച്ചറിയാനുള്ള ഒരു സമൂഹമാണ്, ഒരു തലമുറയാണ് ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യം ശ്രീ അരുൺ മോഹൻ സാറിനെ പോലെയുള്ളവർ മനസ്സിലാക്കണം. ദേശീയപതാക ഉയർത്താൻ തുടങ്ങി ഈ സർദാർ ഗോപാലകൃഷ്ണനെ അറിയാവോ? തൃശ്ശൂർ ജില്ലയിലെ റിപ്പബ്ലിക് ദിനത്തിന്റെ അന്ന് പാർട്ടി ഓഫീസിന് മുന്നിൽ കരിങ്കൊടി ഉയർത്തിയതിനെ പോലീസ് വെടിവെച്ചു വന്ന കക്ഷിയുടെ പേരാണ് ഈ സർദാർ ഗോപാലകൃഷ്ണൻ. അറിയോ താങ്കൾക്ക്? താങ്കൾക്കറിയോ? ഓഗസ്റ്റ് 15 ആപത്ത് 15 എന്ന് പറഞ്ഞത് ആരാണ്? കുപ്രചരണോ? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നിങ്ങൾ സ്വാതന്ത്ര്യം അംഗീകരിച്ചിട്ടില്ല. കൊൽക്കത്ത തീസിസിൽ എന്താ പറയുന്നത്? കൊൽക്കത്ത തീസിൽ എന്താ നിങ്ങൾ സ്വാതന്ത്ര്യം അല്ലല്ല. ഓഗസ്റ്റ് 15 ആപത്ത് 15 എന്ന് പറഞ്ഞ ആൾക്കാരാണ് നിങ്ങൾ, കമ്മ്യൂണിസ്റ്റുകൾ. ഈ രാജ്യത്തെ ഒറ്റിക്കൊടുത്ത ആളുകളാണ്. ഇടതുപക്ഷത്തിന് സ്വാതന്ത്ര്യ സമരത്തിന് ക്ലാസ് എടുക്കാൻ വരുന്നവരാണോ? ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഒറ്റിക്കൊടുത്ത ആൾക്കാരാണ് നിങ്ങൾ. ഇതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമല്ലേ? സമരത്തിന്റെ
കിറ്റ് ഇന്ത്യ സമരത്തിൽ സുഭാഷ് ഗാന്ധിജി ചന്ദ്ര ചെയ്ത ബോസിനെ, ചില നിലപാടുകളെ ഞങ്ങൾ എതിർത്തിട്ടുണ്ട്. പക്ഷേ അതിന്റെ പേരിൽ ഒരു കാലത്തും സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒറ്റുകാരായിട്ട് ഞങ്ങൾ മാറിയിട്ടില്ല. ആ ഒറ്റിന്റെ പ്രതിനിധികളാണ് ഇന്നത്തെ ഭരണകൂടം. എന്താ പറഞ്ഞത്? പി സി ജോഷിയുടെ മാപ്പിനകത്ത് എന്താണ് ശ്രീ ജലീൽ പുനലൂർ പറയുന്നത്? ഞങ്ങൾ എന്ത് പണിയും ചെയ്തേക്കാം, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ ബ്രിട്ടീഷുകാർ പറഞ്ഞ എന്ത് പണിയും ചെയ്തേക്കാം എന്നാണ് മാപ്പപേക്ഷയ്ക്ക്. ഇതുപോലെ നാണം കെട്ട മാപ്പപേക്ഷ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഒരാളെ എഴുതിയിട്ടില്ല. പി സി ജോഷി മാപ്പെഴുതി എന്ത് പണിയും ചെയ്യാം, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി എന്ത് പണിയും ചെയ്യുമെന്ന് പറഞ്ഞ ആളുകളുടെ മേലാണ് പി സി ജോഷി ഇവരൊക്കെ മാപ്പ് പറഞ്ഞിട്ടില്ലേ? എന്റെ സ്വഭാവം കൂടുതൽ മെച്ചപ്പെട്ടു, അതുകൊണ്ട് എനിക്ക് നിങ്ങൾ മാപ്പ് തരണമെന്ന് ബ്രിട്ടീഷുകാരുടെ കാൽക്കൽ വീണ് നിങ്ങൾ കണ്ടുപിടിക്കണം. സമരകാലത്ത് ഈ രാജ്യത്തെ ഒറ്റിക്കൊടുത്തവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. ഓഗസ്റ്റ് 15 ആപത്ത് 15 എന്ന് പറഞ്ഞ് കരിങ്കൊടി ഉയർത്തി CPI ഓഫീസുകൾക്ക് കരിങ്കൊടി ഉയർത്തിയ ആളുകളാണ് നിങ്ങൾ. 950 കൊൽക്കത്ത തീസിസിന്റെ നിലപാട് നിങ്ങൾ ഉപേക്ഷിക്കുന്നത് വരെ ഓഗസ്റ്റ് 15 കിട്ടിയ സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു നടന്ന ആൾക്കാരാണ് കമ്മ്യൂണിസ്റ്റുകാർ. ഇതൊക്കെ ചരിത്രമല്ലേ? വികസനത്തിന്റെ വിഷയത്തിൽ രാജ്യത്ത് അധസ്ഥിത വിഭാഗങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയില്ല എന്നാണോ പറയുന്നത്? ഇന്നും ഞങ്ങൾ ഈ രാജ്യത്തെ അതുകൊണ്ട് സ്വാതന്ത്ര്യം കിട്ടിയില്ല എന്നാണോ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്? നിങ്ങൾ ഓർക്കേണ്ട ഒരു മുഖം കൂടി ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. ടിപ്പു സുൽത്താൻ മരിക്കുന്നത് വരെയും ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരൻ ഇന്ത്യ ഞങ്ങളുടേതാണെന്ന് ഒരിക്കൽ പോലും പറഞ്ഞതായിട്ട് ആർക്കും കാണാൻ സാധിക്കില്ല. ഇവിടെ ബ്രിട്ടീഷുകാരൻ പിടിക്കാൻ വന്നപ്പോൾ, ബ്രിട്ടീഷുകാരൻ കൊല്ലാൻ വന്നപ്പോൾ ഓടി വിളിച്ച ആളുകളുടെ കഥകളും ചിത്രങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. രണാങ്കണത്തിൽ പോരാടി മരിച്ച 2 പേർ, ഹൈദരലിയും ടിപ്പു സുൽത്താനും, അവരെയൊക്കെ രാജ്യദ്രോഹികളാക്കാൻ നിങ്ങൾ വല്ലാണ്ട് ശ്രമിക്കുന്നുണ്ട്. മതവർഗീയവാദിയാണ് ടിപ്പു സുൽത്താൻ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മൾ സവർക്കറെ പറ്റിയൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഈ ടിപ്പുവിന്റെ ഒന്നും കാര്യം പറയാതെ, ടിപ്പു എന്നൊക്കെ പറയുന്നത് ഈ നാട്ടിൽ ഹൈന്ദവ സമൂഹത്തെ കൊന്നു തള്ളിയ, ഇവിടുത്തെ ഹൈന്ദവ സമൂഹം ഒരിക്കൽ പോലും ഓർക്കാൻ പോലും ആഗ്രഹിക്കാത്ത പേരുകളാണ്. സവർക്കറെ പറ്റിയുള്ള ചർച്ചയ്ക്ക് പറയാതെ അത് RSSന്റെ ജൽപ്പനങ്ങൾ മാത്രമാണ്. ഈ നാട്ടിൽ കണ്ടറിഞ്ഞ ഒരൊറ്റ ഹിന്ദുവും, കാരണം ടിപ്പു സുൽത്താന്റെ കാര്യദർശി പോലും, അദ്ദേഹത്തിന്റെ സെക്രട്ടറി പോലും ആ നാട്ടിലെ ഏറ്റവും വലിയ ഒരു ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു.